ഹായ് ഫ്രണ്ട്സ്, മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ക്രാഫ്റ്റ് ആയിട്ടാണ്. ഇപ്പം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് ഈ കൊറോണ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് മാസ്ക് ആണ്. അപ്പോൾ മാസ്ക് ധരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു ആൻറ്റിക് ലുക്കിലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് പേജും കൂടി സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ക്രാഫ്റ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്ക് വർക്കിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഇത്രയൊക്കെ കട്ടിയുള്ളത് എടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്കിതൊരു ബേസായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ടിഷ്യൂ പേപ്പറും പാലറ്റും ബ്രഷും പശയും പിന്നെ ഇത്തിരി വെള്ളവും എടുക്കാം. ഇത് നമ്മൾ ആ കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പശയും വെള്ളവും മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു ആൻറ്റിക് ലുക്കിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ കളർഫുള്ളായിട്ടോ അല്ലെങ്കിൽ ആൻറ്റിക് ലുക്കിലായിട്ടോ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ എക്സസ് ആയിട്ടുള്ള പാർട്ട് നമുക്കിത് ഇതുപോലെ അത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതേ നമ്മുടെ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിത് ഈ ഒരു ഗേളിൻ്റെ പിക്ചർ മാസ്ക് വെച്ചിട്ടുള്ള ഈ ഒരു ഗേളിൻ്റെ പിക്ചർ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രിഡ് ഡ്രോയിങ് ചെയ്തിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഗ്രിഡ് ഡ്രോയിങ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസും പിന്നെ ഒരു കാർബൺ പേപ്പറും എടുക്കാം. എന്നിട്ട് ആ ഒരു കാർഡ്ബോർഡിലോട്ട് അത് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ എടുത്ത കാർഡ്ബോർഡിനേക്കാളും കട്ടി കുറഞ്ഞൊരു കാർഡ്ബോർഡാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് ഈ ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഈ കാർഡ്ബോർഡ് കുറച്ച് കട്ടി ഉണ്ടായതുകൊണ്ട് നമ്മൾ കത്രിക വെച്ചിട്ട് മുറിക്കുമ്പോൾ നല്ലപോലെ മുറിയുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ കത്തി വെച്ചിട്ട് മുറിക്കുന്നത്. അങ്ങനെ ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഡിസൈനിങ് ഒക്കെ ചെയ്തെടുക്കാം. ഇതുപോലെ പ്ലെയിൻ ആയിട്ട് കിടന്ന ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത സെയിം സംഭവങ്ങൾ തന്നെ ഒന്നുകൂടി എടുക്കുകയാണ്. പാലറ്റ്, പശ, ടിഷ്യൂ പേപ്പറൊക്കെ. ഇതിപ്പോൾ നമുക്ക് അതേപോലെ ചെയ്യാനല്ല. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പർ ഇതുപോലെ നീളത്തിൽ കീറി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ആ ഡ്രസ്സിലുള്ള ഒരു ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്.
അപ്പോൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട പാർട്ടൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഡ്രസ്സിൽ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനത് മുടീൻ്റെ അവിടെയും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാസ്കിൻ്റെ വള്ളിയായിട്ടും ഈ ഒരു ടിഷ്യൂ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ മാസ്ക് മേലുള്ള ബാക്കി പാർട്ടും കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ടിഷ്യൂ പേപ്പർ ഇതുപോലെ മടക്കിയതിന് ശേഷം അതിൽ കുറച്ച് മടക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാനത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നതിന് പകരം ക്ലോത്തും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ടിഷ്യൂ പേപ്പറൊക്കെ ഉപയോഗിച്ചില്ല, അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലേയും യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഗേളിൻ്റെ ബാക്കി പാർട്സൊക്കെ ഞാനിതുപോലെ ഒരു കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ണും അതേപോലെ തന്നെ മുടിയുടെ ഭാഗവും പിന്നെ അതിൻ്റെ ഡ്രസ്സും എല്ലാം. അപ്പോൾ അത് കുറച്ചും കൂടി ഹൈലൈറ്റഡ് ആയിട്ട് കാണും. അപ്പോൾ നമ്മൾ നന്നായിട്ട് അങ്ങ് മുറിക്കേണ്ട, ചെറുതായിട്ട് ആ ഒരു ഗ്യാപ്പ് അവിടെ കണ്ടാൽ മതി. ഇത് നമ്മൾ ആ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അത് പറഞ്ഞു പോരും. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഗേളിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ ഇതുപോലെ വേറൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു സ്കെയിലും പെൻസിലും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വര വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിൽ ലെറ്റേഴ്സ് എഴുതാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഞാനിവിടെ എഴുതുന്നത് വിയർ ദ മാസ്ക് സേവ് ദ ലീവ്സ് എന്നാണ്. അപ്പം നമ്മൾ ലെറ്റേഴ്സൊക്കെ ഏകദേശം ഒരേ വലിപ്പത്തിലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടൊക്കെ ലൈൻ വരച്ചത്. അപ്പോൾ നമ്മളത് കുറച്ച് വീതിയിൽ എഴുതി കൊടുത്താൽ മാത്രമേ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാനങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ലെറ്റേഴ്സും ഇതുപോലെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇനി എല്ലാതും നമുക്ക് ആ ഒരു കാർഡ്ബോർഡിൽ ബേസിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗേളിൻ്റെ പീസും അതേപോലെ തന്നെ നമ്മുടെ ലെറ്റേഴ്സും എല്ലാം നമുക്ക് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്.
അപ്പോൾ ഇതേ ഞാനങ്ങനെ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊക്കെ കളർ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ആൻറ്റീക്ക് ലുക്കിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ബേസായിട്ട് ബ്ലാക്ക് കളറാണ് എടുക്കുന്നത്. അപ്പോൾ പോസ്റ്റർ കളറാണ് കേട്ടോ ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ബ്ലാക്ക് കളറാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഞാൻ നേരത്തെ തന്നെ പാലറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അതാണ് ബേസായിട്ട് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ബേസായിട്ട് ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ പേൾ മെറ്റാലിക് കളറായിട്ടുള്ള ബ്രൗൺസ് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ആൻറ്റീക്ക് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുക്കുന്നത്. ഇനി നമ്മൾ അത് വെച്ചിട്ടാണ് അത് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പേൾ മെറ്റാലിക് കളറിൽ ഇത്തിരി വെള്ളം ആക്കി കൊടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഗേളിൻ്റെ പാർട്ടിന് പിന്നെ ലെറ്റേഴ്സിനും അങ്ങനെ അടിച്ചു കൊടുക്കുന്നില്ല. അതിന് ഞാൻ പേൾ മെറ്റാലിക് കോപ്പറാണ് അടിച്ചു കൊടുക്കുന്നത്. അതൊന്ന് കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് പെയിൻ്റൊക്കെ അടിച്ച് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിച്ചു ആ മാസ്കിൻ്റെ പാട്ട് നമുക്ക് ഒന്നുകൂടി ഹൈലൈറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളർ ചെയ്യാമെന്ന്. അപ്പം ഞാൻ ലൈറ്റ് ബ്ലൂവും അതേപോലെ തന്നെ വൈറ്റും എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് കുറച്ച് ഷെയ്ഡ്സ് ആയിട്ട് ഡാർക്ക് ലൈറ്റ് അങ്ങനെ ഷെയ്ഡ്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ചുളിവുള്ള ഭാഗത്തൊക്കെ കുറച്ച് ഡാർക്ക് കളറും പിന്നെ ബാക്കിയുള്ളടത്ത് കുറച്ച് ലൈറ്റ് കളറും ആയിട്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോസ്റ്ററിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ നമുക്കൊരു ഒക്കേഷനിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ക്രാഫ്റ്റൊന്നും അല്ല. എന്നാലും നമുക്കിപ്പോൾ മാസ്ക് ഇടാതെ പോകുന്ന ആൾക്കാർക്ക് ഒന്ന് ജസ്റ്റ് അവെയർ ചെയ്യിക്കാനൊക്കെ ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും മാസ്ക് ധരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.